ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ കുറച്ച് പതുക്കെ സംസാരിക്കണം ബിക്കോസ് എൻ്റെ അനിയനൊക്കെ കിടന്ന് ഉറങ്ങുവാണ്. അമ്മ എണീറ്റു, ഒരു 7 മണിയായി സ്റ്റിൽ. ബട്ട് എന്നെ സംബന്ധിച്ചത് അത്യാവശ്യം നേരത്തെയാണ്. ഷൂട്ടിനാണെങ്കിലും ഞാൻ 4 മണിക്ക് ഉറക്കം എണീറ്റു ഇന്നലങ്ങാന്ന്. അത് കഴിഞ്ഞ് ഇന്നലെ റെസ്റ്റില്ലായിരുന്നു. ഇന്നലെ രാവിലെ അമ്മയുടെ ഓഫീസിലോടെ ഫംഗ്ഷനായിരുന്നു, അവിടെ പോയി ഉറങ്ങി. ബട്ട് എനിക്കങ്ങ് എന്ന് വെച്ചാൽ ഞാൻ സ്വയമേ ഉറക്കം എണീക്കണം, എന്നെ ആരും വിളിച്ചെണീപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഉറക്കം കിട്ടില്ല, എന്നെ വിളിച്ചെണീപ്പിച്ചു. അപ്പം അങ്ങനെ ഇന്നും അതേപോലെ തന്നെ എണീക്കേണ്ടി വന്നു. ബിക്കോസ് ഇന്ന് നമ്മുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. ഐ എം സൂപ്പർ എക്സൈറ്റഡ്. എൻ്റെ ഡ്രസ്സ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വെച്ചാൽ മേക്കപ്പ് ഇട്ടിടാം, കാരണം ബ്ലൗസ് എനിക്ക് കൈ കുറച്ച് ടൈറ്റാണ്. ബട്ട് ആ ടൈറ്റ് ആക്കിയാലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് എനിക്കും തോന്നി, എൻ്റെ ട്രെയിലറും പറഞ്ഞു. സോ അതുകൊണ്ട് നമ്മളത് ലൂസാക്കിയില്ല ഇന്നത്തെ ഒരു ദിവസത്തേക്ക്. അപ്പം അതൊക്കെയാണ്. നമുക്കൊരു ക്വിക്ക് മേക്കപ്പ് ചെയ്യണം, കാരണം അല്ലെങ്കിൽ എല്ലാം കൂടെ ഒലിച്ചിറങ്ങും. ഞാൻ ഇന്നലെ കുളിച്ചിട്ട് ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പോയി കുറച്ചൊക്കെ, മീൻസ് ഭയങ്കര സ്ട്രെയിറ്റ് അല്ല, ബട്ട് സ്റ്റിൽ ഒന്ന് ഒതുങ്ങിയിരിക്കുക. ഫ്രണ്ടിലൊന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്തില്ല, ബിക്കോസ് എന്തായാലും പോവും. രാവിലെ ഇപ്പം ഇനി ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം നമുക്കപ്പം മേക്കപ്പിലോട്ട് കിടക്കാം. ഓക്കെ, ഞാൻ ആദ്യമേ ഫേസ് വാഷ് ചെയ്ത് മറ്റേ നമ്മുടെ ഐസ് വാട്ടറൊക്കെ വെച്ച് ഫേസ് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉറക്കം ഇടിയിട്ടുണ്ടാണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നത്, സൗണ്ടും. പ്രോസസ്സായി വരാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, എനിവേ അപ്പോൾ നമുക്ക് മേക്കപ്പ് തുടങ്ങാമല്ലേ. ഈ മുഖം കുറച്ചൊരു പഫ്നെസ് ഇല്ല, അത് പോവാൻ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇടണ്ട, കുറച്ച് കാര്യങ്ങൾ ഇട്ടാൽ മതി. അത് ഞാൻ മോയ്സ്ചറൈസർ ഇടും. സെക്കൻഡ്, എന്നോട് കുറേ പേര് ലോങ് വീഡിയോ ഇടാനൊക്കെ പറഞ്ഞു, ആൻഡ് സ്കൂൾ ഓണം ഫംഗ്ഷൻ്റെ വ്ളോഗ് ഇടണമെന്ന് പറഞ്ഞു. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് നിങ്ങളതൊക്കെ പറയുന്നതിലും എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ. ഓക്കെ, നിങ്ങളുടെ ഈ ക്യാമറയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ ഒന്ന് ചെരിഞ്ഞ് പോകും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഓണം ഫംഗ്ഷനൊക്കെ പാത്രം അടുക്കള ഇനി ഞാൻ കുറച്ച് ലിപ് ബാമും കൂടെ ഇട്ടിട്ട് വേഗം എൻ്റെ ബാക്കി മേക്കപ്പ് ചെയ്യാം, കാരണം ഞാൻ സംസാരിച്ചാൽ കുറേ സമയം എടുക്കും. ഓൾസോ ബാക്കിൽ ഭയങ്കര നോയ്സാണ്, നിങ്ങൾക്ക് ഭയങ്കര അനോയിങ് ആയിട്ട് തോന്നും. ഞാനത് ലേസി ഇട്ടിട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഇനി ഞാൻ വേഗം പോയി റെഡി ആവട്ടെ. കുറേ ആയല്ലേ. അപ്പം എന്നോട് ഒരാൾ ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ ഓണം വ്ളോഗ്. അപ്പം അതാണെന്ന് പോസ്റ്റ് ചെയ്യണേ. എൻ്റെ സ്കിന്നിപ്പോൾ കുറച്ച് നല്ല ബെറ്റർ ആയിട്ടുണ്ട്, നല്ലൊരു ഗ്ലോ ഉണ്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നിറച്ച് വെള്ളം കുടിക്കാൻ തുടങ്ങി, മിക്ക ദിവസം ഫ്രൂട്ട്സ് കഴിക്കും, ആൻഡ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഗ്ലോ വന്നു. ആൻഡ് ബാക്ക് ടു അവർ മേക്കപ്പ്. ബ്ലഷ് കുറച്ച് കൂടിപ്പോയി, ബട്ട് അത് പിന്നെ പോകാൻ നേരം ആകുമ്പം അതങ്ങ് ഫെയ്ഡായി കുറച്ചൊന്ന് സെറ്റാകുമ്പോൾ റെഡിയാകും. ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടതാണ്, പക്ഷേ ഇൻ റിയൽ അത്രയൊന്നും ഇല്ല. അതിന് പിന്നെ കുറച്ച് ഹൈലൈറ്റർ, കുറച്ച് കൺസീലർ കണ്ണിൻ്റെ താഴെയും പിന്നെ മൂക്കിൻ്റെ അവിടെയൊക്കെ കുറച്ചിട്ടു. 2-3 ചെറിയ കുത്തുകളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടേക്കൊന്ന് കൺസീലർ ഇട്ട് റെഡിയാക്കി. ടച്ചൂടെ എൻ്റെ മുഖത്ത് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെന്താണ്, അതാണ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഐസാണ് ചെയ്യുന്നത്. ഐസ് ഞാനൊരു ബേൺഡ് ഓറഞ്ചും ഒരു പിങ്കും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു ഗ്ലിറ്റർ ഇട്ടു. പിന്നെ ഐബ്രോ ഫില്ല് ചെയ്തു. ഐ നോ ബ്ലഷ് കുറച്ച് വൃത്തികേടാണ്, ഇതിനകത്തൊരു മറ്റേ ജോക്കർ ലുക്ക് ഉണ്ടെന്ന്, ബട്ട് അത് ശരിയാകും. പിന്നെ എനിക്കിന്ന് എൻ്റെ കണ്ണെഴുതി ഭയങ്കര ഇഷ്ടപ്പെട്ടു. യൂഷ്വലി ഇങ്ങനെ ഒന്നും വരാറില്ല, ഞാനിങ്ങനെ കണ്ണെഴുതുമ്പോഴൊക്കെ എപ്പോഴും തെറ്റിപ്പോവാറേ ഉള്ളൂ. ബട്ട് ഈ വട്ടം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു എൻ്റെ കണ്ണെഴുതിയത്. ആ വിങ് ആയാലും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മായ്ച്ചു, എന്നിട്ടാണ് ചെറുതായിട്ട് വരച്ചത്. ബട്ട് സ്റ്റിൽ 2 കണ്ണും ഒരേപോലെ വന്നു, ആൻഡ് നന്നായിട്ട് വന്നു. കുഞ്ഞു കണ്ണുള്ളവർക്കറിയാം എത്ര ബുദ്ധിമുട്ടാണ് കണ്ണെഴുതുക എന്നുള്ളത്. ഈവൻ നമ്മൾ ഭയങ്കര സ്കിൽഡ് ആയിരിക്കണം. നല്ല ഹുഡഡ് ഐസ് ഉള്ളവർക്ക് കണ്ണെഴുതാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വലിയ ടാലൻ്റാണെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇപ്പോഴാണൊന്ന് ബെറ്ററായി വരുന്നത് പഠിച്ച്. അപ്പോൾ ഇതാണ് എത്ര സമയം എടുത്താന്ന് പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ഞാൻ കണ്ണ് എഴുതാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കും. ആൻഡ് നമ്മൾ കണ്ണ് ഓപ്പൺ ചെയ്യുമ്പം വൃത്തികേടായിട്ടിരിക്കാൻ പാടില്ല, കണ്ണ് അടയ്ക്കുമ്പോഴും വൃത്തികേടായിട്ടിരിക്കാൻ പാടില്ല. അപ്പം നോക്കി ഇങ്ങനെ എത്ര വാൽ എക്സ്റ്റെൻഡ് ചെയ്യണം. ഞാൻ കുറച്ച് നീട്ടി വാല് വരച്ചു, എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇതിൽ ബേസിക്കലി ആ ഒരു ബ്രൗൺ കാജൽ കാണുന്നില്ല. ഞാൻ ബ്രൗൺ കാജൽ വെച്ചിട്ട് സ്മോക്ക് ചെയ്തിട്ടാണ് വിങ് വരച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാൻ പിന്നെ ഒന്ന് ലാഷൊക്കെ ഒന്ന് കേൾ ചെയ്ത് കൊടുത്ത് മസ്കാരയൊക്കെ ഇട്ടിട്ട്
ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്തിട്ട് സ്റ്റേസിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ ഉള്ളിൽ ഫില്ല് ചെയ്ത്. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ആൻഡ് അതിലൊരു ഗ്ലോസും ഉണ്ട്, അതും അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആൻഡ് ഭയങ്കര രസമുള്ളൊരു ഷെയ്ഡാണ്. ആൻഡ് ഇന്നത്തെ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ആണെങ്കിലും അത് നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. ഓൾമോസ്റ്റ് ഐ ലൈക്ക് ഇറ്റ്. ബട്ട് ഇത് കൂടുതൽ സ്കേർട്ടിൻ്റെ കൂടെ ആയിരിക്കും മാച്ച്. ബട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ സാരിയാണ്. ഞാൻ വേറൊരു രീതിയിൽ ഉദ്ദേശിച്ചു. ബട്ട് ഞങ്ങൾ ഈ സാരി വിത്ത് ബ്ലൗസ് കട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് പ്ലീറ്റ് കിട്ടിയില്ല. പ്ലീറ്റ് മീൻസ് ഇതിനെന്താ പറയുന്നത്, ഈ സാധനം ഇത് കുറവായിപ്പോയി. ആൻഡ് എങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച പോലെയൊക്കെ ഞാൻ ഉടുത്തു എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഞാനല്ല അമ്മ ഉടുത്തു. സോ യാ കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ്. കുഴപ്പമില്ല അല്ലേ. ഉച്ചയ്ക്ക് പോയി സദ്യ വെട്ടി വിഴുങ്ങാനുള്ളതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വളരെ എന്താണ് മിനിമലായിട്ട്. എനിക്കിത് കഴിക്കാൻ പോലും പറ്റുന്നില്ല. കാണാം നിങ്ങൾക്ക് ഇത്ര സൈസ് എന്തിനാണെന്നുണ്ടായിരുന്നു. ബ്യൂട്ടി ഈസ് പെയിൻ ഗൈസ്, ബ്യൂട്ടി ഈസ് പെയിൻ. ബേസിക്കലി ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. ഞാൻ ഈ ഒരു കമ്മൽ മാറ്റി. ഐ തിങ്ക് ഇത് കോൺട്രാസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഞാൻ അവിടെ ചിലപ്പോൾ മാറ്റും. ആൻഡ് യാ റെഡിയായി. പക്ഷെ എൻ്റെ സാരി മടങ്ങി പോകുന്നു. ബട്ട് സ്റ്റിൽ ഓക്കെ പോവാം. ആൻഡ് ബ്ലൗസും ടൈറ്റാണ്. ബ്യൂട്ടി ഈസ് പെയിൻ അഗെയിൻ. ബൈ. ബേസിക്കലി ഇതിപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തതേ അല്ല. എൻ്റെ ഫോണൊക്കെ ആരുടെയൊക്കെയോ കയ്യിലായിരുന്നു. ഞങ്ങളുടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഡാൻസ് പെർഫോമൻസ് ആണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ഞങ്ങൾ ബ്ലാസ്റ്റ് ചെയ്തു. ബട്ട് ആദ്യത്തെ പാട്ട് തെറ്റി. ബിക്കോസ് നമ്മൾ പാട്ട് കേട്ടില്ലായിരുന്നു. ഭയങ്കര സൗണ്ട് ഭയങ്കര ലോ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഇപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ജിമ്മിൽ പോയി ഞാൻ. എന്നിട്ടും എൻ്റെ കാലൊക്കെ പോയിട്ടിരിക്കുവായിരുന്നു. എന്നിട്ട് ഞാൻ ജിമ്മിൽ പോയി ലെഗാണ് ഇന്നത്തെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത്. ഞാൻ ലെഗാണെന്ന് ചെയ്തത്. അത് ഞാൻ വന്നപ്പോഴത്തേക്കും ഇത് നമ്മൾ വളർത്തുന്ന പൂച്ചയല്ല, അപ്പുറത്തെയാണ് കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാറുണ്ട്. സുഖമായിട്ടാൻ കിടന്നുറങ്ങുവാണ്. അപ്പോൾ അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂം മേക്ക് ഓവർ. അത് ഫൈനലി ഹാപ്പനിങ് ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.